കെട്ടിടങ്ങള് കെട്ടിപ്പൊക്കാൻ മരങ്ങളൊക്കെ മുറിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ. അവസാനത്തെ മരവും മുറിച്ചു കഴിയുമ്പോ ഈ നാടൊരു മരുഭൂമിയായി മാറും. നിങ്ങൾ ഇത്തിരി വെള്ളം കുടിക്കേ. വരണം സർ. ഇവിടെ ഏതാണോ സ്ഥലം? ദാ ആ കാണുന്നതാ സ്ഥലം. ഓ, അത് ഈ പള്ളയും കാടൊക്കെ വെട്ടിനിരപ്പാക്കി കുറച്ച് വില്ലകളും ഫ്ളാറ്റുകളും വന്നാൽ കലക്കും. പിന്നെ ടൗണിനോട് ചേർന്ന് ഇത്രയും സൗകര്യമുള്ള സ്ഥലം വേറെ എവിടെ ഉണ്ട്? നല്ല ഫ്രഷ് എയർ, എവിടെ കുഴിച്ചാലും വെള്ളം, റീമിഷന്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഓക്കെ. സാറന്മാരെവിടെന്നാ? ഇതിനു മുമ്പ് ഇവിടെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇവിടെ ഈ കൃഷി ഇറക്കിയിരിക്കുന്നതൊക്കെ ചേട്ടനല്ലേ? അതെ ചേട്ടാ, ഇദ്ദേഹമാണ് ഇവിടുത്തെ വില്ലേജ് ഓഫീസർ. ഞാൻ കുമാരൻ. ഈ സ്ഥലമൊക്കെ ഞാൻ വാങ്ങി. ഇവിടെ വലിയ ബിൽഡിംഗ് ഒക്കെ വരാൻ പോവാ. അതിന്റെ പണിയൊക്കെ കഴിയുമ്പോ മോശമല്ലാത്തൊരു ജോലി നിങ്ങൾക്ക് രണ്ടാൾക്കും തരപ്പെടുത്തും. ഈ കൃഷി സ്ഥലത്ത് ഇവിടെ കെട്ടിടം പണിയുന്ന കാര്യമാണോ സാറ് പറയുന്നേ? സാറിന് മാറിപ്പോയതായിരിക്കും. ഇതെന്റെ സ്ഥലമാ. എന്റെ സ്ഥലം ഞാൻ ആർക്കും വിറ്റിട്ടില്ല. അതിന് ഈ സ്ഥലം എങ്ങനെയാ ചേട്ടന്റെ സ്ഥലമാവുന്നേ? ഇത് മിനിസ്റ്റർ പ്രതാപ് വർമ്മയുടെ സ്ഥലമല്ലേ? വർമ്മ സാറ് ഈ കാണുന്ന 1.5 ഏക്കർ എനിക്ക് ഇഷ്ടദാനമായി തന്നതാണ്. എനിക്ക് മാത്രമല്ല, എന്റെ കൂടെ ഉണ്ടായിരുന്ന 20ഓളം കർഷകർക്ക് വർമ്മ സാറ് സ്ഥലം തന്നിരുന്നു. നിങ്ങൾക്ക് തെറ്റുപറ്റിയതായിരിക്കും. ഒരു തെറ്റും പറ്റിയില്ല. ഈ വർമ്മ സ്ഥലം നിങ്ങൾക്ക് തന്നതിന് എന്തെങ്കിലും രേഖകൾ നിങ്ങളുടെ കൈവശമുണ്ടോ? ഓ, അതൊക്കെ ഇക്കഴിഞ്ഞ മാസം ഈ സ്ഥലത്തിന്റെ കുറുകെ വലിയ റോഡുണ്ടെന്ന് പറഞ്ഞ് കുറച്ച് സാറന്മാര് വന്ന് വാങ്ങിക്കൊണ്ടുപോയി. അതുകൊള്ളാം. അങ്ങനെ വരട്ടെ. ഈ സ്ഥലം വർമ്മ സാറ് ഈ കുമാരൻ മുതലാളിക്ക് വിറ്റു. ദൈവമേ, ദൈവത്തിനെ എന്ന് വിളിച്ചിട്ട് ഇനി ഒരു കാര്യമില്ല. ഞാനത് സമ്മതിക്കില്ല. ഇതെന്റെ മണ്ണാ. നിങ്ങൾ എന്നെ പറ്റിക്കാൻ വന്നവരാ. ഇറങ്ങിക്കോണം. എന്റെ സ്ഥലത്തുനിന്ന് ഇപ്പൊ ഇറങ്ങിക്കോണം. സൂക്ഷിച്ച് സംസാരിക്കണം. രൊക്കം കാശ് എണ്ണി കൊടുത്തിട്ടാ ഞാൻ ഈ സ്ഥലം വാങ്ങിയത്. പാവങ്ങളല്ലേ നോർത്ത് ഒരു ജോലി തരാന്നാ ഞാൻ വിചാരിച്ചത്. താനാള് കുഴപ്പമാണല്ലോടാ മൂപ്പിനെ. എന്റെ സ്ഥലത്തുനിന്ന് ഇറങ്ങി പോടോ. എന്ത് പറഞ്ഞടാ? ഇത് നിന്റെ സ്ഥലമാണെന്നോ? ഇതെന്റെ സ്ഥലമാ. ഞാൻ ചോര നീരാക്കി പണിയെടുത്ത്